ഹരിശ്രീ ഗണപതയേ നമ. അഭിജ്ഞമസ്തു. നക്ഷത്രജാലത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ഇനി നമുക്ക് നക്ഷത്രജാലത്തിലൂടെ ഉത്രാടം നക്ഷത്രത്തിന് ഈ ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, നല്ലതെന്തൊക്കെയാണ്, ദോഷങ്ങൾ എന്തൊക്കെയുണ്ട് എന്നൊക്കെ നോക്കാം. അതിനു മുന്നേ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക. ഭാഗ്യതാരകസ്ഥിതിയും വ്യാഴത്തിൻ്റെയും ചന്ദ്രൻ്റെയും ത്രികോണ സ്ഥിതിയും കൊണ്ട് കർമ്മരംഗത്ത് ഗുണകരമായ മാറ്റം വരുന്നതിൻ്റെ സൂചന കാണുന്നുണ്ട്. കുടുംബത്തിൻ്റെ പഴയ പ്രതാപം വീണ്ടെടുക്കാൻ സാധിക്കും. മോഷണ വസ്തുക്കൾ തിരികെ ലഭിക്കുവാനിടയുണ്ട്. വല്ലതും മോഷണം പോയിട്ടുണ്ടെങ്കിൽ വസ്തു ഇടപാടുകളിൽ ധനലാഭം കാണുന്നു. ചിലവ് അധികരിക്കും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനിടയുണ്ട്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതാണ്. ദൂരയാത്രകൾ ചെയ്യേണ്ടതായിട്ട് വരും. ഉറ്റ ബന്ധുക്കളിൽ പലരും എതിർചേരിയിൽ ചേരും. നാൽക്കാലികളിൽ നിന്ന് ലാഭം കാണുന്നു. വരവും ചിലവും തമ്മിൽ ഒന്നിച്ചു കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാകും. ഇന്നത്തെ ഒരു അവസ്ഥ അങ്ങനെ തന്നെയാണ്. എല്ലാവർക്കും സ്വന്തം സ്ഥാനമാനങ്ങൾ സംരക്ഷിക്കുവാനുള്ള ശ്രമത്തിൽ മറ്റുള്ളവരുമായി അഭിപ്രായ വ്യത്യാസം ഇടയുണ്ട്. വിദേശ ജോലി ലഭിക്കും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കിട്ടാൻ സാധ്യതയുള്ളൊരു സമയമാണെന്ന്. ചതിയിൽപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഭാഗ്യപരീക്ഷണങ്ങൾക്ക് മുതിരരുത്. സന്താനങ്ങൾക്ക് ജീവിതമാർഗം കണ്ടെത്തും. ആർഭാടങ്ങൾ ഉപേക്ഷിക്കുവാൻ തയ്യാറാകും. പല വിധത്തിലുള്ള ആവശ്യങ്ങൾക്കായി ദൂരയാത്രകൾ ചെയ്യേണ്ടതായി വരും. കുടുംബത്തിൽ ആഹ്ലാദവും സന്തോഷവും സംജാതമാകും. തങ്ങൾക്കറിയാൻ കഴിയാത്ത കാര്യങ്ങൾ അഭിപ്രായം പറയാൻ പോകരുത്. അത് കൂടുതൽ ദോഷത്തിലേക്ക് പോകും. കോപം നിയന്ത്രിച്ചെങ്കിൽ പലവിധ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായിട്ട് വരും. ദേഷ്യം ഒന്നും നല്ലതല്ല. നമ്മൾ ദേഷ്യം വരുന്ന സമയത്ത് പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ദേഷ്യം നല്ല നമ്മളുടെ ദോഷങ്ങളും നമ്മളുടെ എല്ലാ കാര്യങ്ങളും മാറിക്കിട്ടാൻ നല്ലതാണ് പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നത്. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് എല്ലാവർക്കും നന്ദി. നമസ്കാരം.